നിങ്ങൾ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല കെയർ ചെയ്യുന്ന ഒരാളാണ്, നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, റിലേഷൻഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു? ടോക്സിക് ആയിട്ടുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണണം. നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ഈ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഹൈ എംപതറ്റിക് ആയിട്ടുള്ള നല്ല ആളുകൾ ഇതുപോലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ പോയി പെടുന്നു എന്നതിനെ കുറിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടോപ്പിക്കിലേക്ക് പോവാം. സോ ഈ ഒരു ടോക്സിക് അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരിക്കലും ഒരു ബാഡ് ലക്ക് കൊണ്ട് സംഭവിക്കുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതല്ല. നിങ്ങൾ നല്ല പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ നല്ല ക്വാളിറ്റീസും നിങ്ങളുടെ ആ കെയറും നിങ്ങളുടെ വാല്യൂവും നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ ക്വാളിറ്റീസും ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഒബ്സർവ് ചെയ്ത് നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു നാർസിസ്റ്റ് ഒരിക്കലും ഒരു ഹെൽത്തി ബൗണ്ടറി ഉള്ള ആളെയോ സ്ട്രോങ് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരാളെയോ ചൂസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒരാളെ തിരഞ്ഞു നടക്കുകയോ ചെയ്യുന്നില്ല. പകരം ഇവർക്ക് കൺട്രോൾ ചെയ്യാനും ഇവരുടെ ഇമോഷണൽ മാനിപ്പുലേഷനും ഒക്കെ വൾണറബിൾ ആയിട്ടുള്ള നല്ല എമ്പതിയും സ്നേഹമുള്ള ഒരാളെ മാത്രമാണ് ഇവർ അന്വേഷിക്കുന്നത്. സോ അങ്ങനെ ഒരാളെ മാത്രമേ ഇവർ ചൂസ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവർ നിങ്ങളെ കണ്ടുപിടിക്കുന്നതും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ പോലെ, നിങ്ങളെ പോലെ അഭിനയിച്ചു കൂട്ടി നിങ്ങളെ അവരുടെ കൺട്രോളിൽ ആക്കിയെടുക്കുന്നതും. ഇപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിന് ഹൈ എമ്പതി ഉള്ള ഒരാൾ ആരെ വേണമെങ്കിലും ചൂസ് ചെയ്തൂടെ? പറ്റില്ല. അതെ, പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർ ചെയ്യുന്ന ഓരോ ചതിയും ഓരോ പ്രശ്നങ്ങളും ഓരോ അബ്യൂസും മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകളോ അവരുടെ പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളോ ഒക്കെ കാരണമുണ്ടായതാണ്. ശരിക്കും ഇവർ ഭയങ്കര പാവമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇവരെ അക്സെപ്റ്റ് ചെയ്ത് കൂടെ നിർത്താൻ ഹൈ എംപതറ്റിക് ആയിട്ടുള്ള ഇന്നസെൻസ് ഉള്ള ഒരാളെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഇവർ എത്ര ഡീപ്പായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ ഇവരെ തന്നെ ചൂസ് ചെയ്ത് ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുത്ത് ഇവരെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഹൈ എമ്പതിയുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകൾ മാറി മാറി നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നത്. വേറെ ഒരു വഴിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ എമ്പതി മാറ്റി നിർത്തിയാലും നിങ്ങൾ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ വിത്തൗട്ട് പ്രോപ്പർ ബൗണ്ടറീസ്. ആര് എന്ത് സഹായം ചോദിച്ചാലും നിങ്ങൾ ചെയ്തു കൊടുക്കും. എന്തൊരു സമയത്തും ഏതൊരു സമയത്തും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വിളിപ്പുറത്തുണ്ടാവും. എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ അവരെ സഹായിക്കും. സോ നിങ്ങൾക്കൊരു പ്രോപ്പർ ബൗണ്ടറി ഇല്ല. നിങ്ങളുടെ ഹെൽത്തോ നിങ്ങളുടെ സമയമോ നിങ്ങളുടെ ലൈഫോ നിങ്ങൾക്കൊരു പ്രശ്നമല്ല. അവർ വന്നൊരു പ്രശ്നം പറയുന്ന സമയത്ത് അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. ഇത് തന്നെയാണ് അവർക്കും വേണ്ടത്. അവർ ആഗ്രഹിക്കുന്നതും ഇതൊക്കെ തന്നെയുള്ളൂ. സ്വന്തം ജീവനുമേൽ സ്വന്തം ജീവിതത്തിനുമേൽ അവരെ തിരഞ്ഞെടുക്കുകയും എല്ലാ അറ്റൻഷനും എല്ലാം അവർക്ക് മാത്രം കൊടുക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണോ നിങ്ങളെന്ന് നിങ്ങൾ ആലോചിക്കണം. ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇനിയുള്ള ഒരു എലമെന്റ്, ഈ എമ്പതി കൈൻഡൊക്കെ കഴിഞ്ഞു വന്നാൽ ഒരു ഓവർ ഗിവിങ് പേഴ്സൺ ആയിരിക്കും. എല്ലാം വാരിക്കോരി അങ്ങ് കൊടുക്കും. സ്വന്തം ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വാരിക്കോരി സ്നേഹിക്കുന്നു. എല്ലാം കയ്യിലുള്ളതെല്ലാം കൊടുത്ത് അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ.
ഇതും നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ബിഹേവിയറായി മാറും. ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു നല്ല ക്വാളിറ്റി ആണെങ്കിൽ അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് അടുക്കാനും നിങ്ങളെ കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു ചരട് കൂടിയായിട്ട് ഇത് മാറും. കാരണം ഏതൊരു സമയത്തും എന്തൊരു പ്രശ്നമുണ്ടായാലും ഒരു ഹെൽപ്പ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കും. അവർ നിങ്ങളെ വേദനിപ്പിച്ചതിനേക്കാൾ, നിങ്ങളെ ചതിച്ചതിനേക്കാൾ ഏറ്റവും വലുത് നിങ്ങൾക്ക് തോന്നുന്നത് അവരെ സഹായിക്കുക എന്നുള്ളതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ഗിൽട്ട് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു ചോയ്സ് ആയിരിക്കും എടുക്കുന്നത്. ഇനി ഇതൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. അവര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഉടനെ അവർ നിങ്ങളെ അങ്ങ് അഡ്മയർ ചെയ്യും. നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ ആ ഒരു എമ്പതി, നിങ്ങളുടെ ആ ഒരു കെയർ, ഇങ്ങനെ ഓരോന്നും വലിയ വലിയ സംഭവമാക്കി നിങ്ങളോട് തന്നെ സംസാരിച്ചും നിങ്ങൾ ഭയങ്കര സംഭവമാണ്, എന്നെ ഇത്രയും അധികം സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത ഹെൽപ്പ് ചെയ്ത മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പറയും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതൊരു ചെങ്ങല കൂടിയായിട്ട് മാറും. ഇത് നിങ്ങളുടെ കഴുത്തിലായിരിക്കും വന്ന് വീഴുന്നത്. കാരണം അവർ ഓൾറെഡി നിങ്ങൾ ഭയങ്കര നല്ല ഒരാളായി എന്ന് നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് അവർ നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലും കൂടെ കയറിക്കൂടും. സോ അവർ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ, ഒരു പ്രശ്നം പറയുമ്പോൾ തിരിച്ച് ഒരു നോ പറയാൻ, അത് നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഗിൽട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇത് വളരെ നെഗറ്റീവായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആര് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വന്ന് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് പുകഴ്ത്തി പറഞ്ഞ് നിങ്ങളെ മേലെ കൊണ്ടുപോയി വെക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതേ ആള് തന്നെ നിങ്ങളുടെ കഴുത്തിൽ കയറിട്ട് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയും ശ്രമിക്കാം. ഇനി നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്രയുമൊക്കെ ആയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അവരിൽ നിന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ കാരണം നിങ്ങൾ ഹൈ എമ്പതിയുള്ള ഒരാളാണ് എന്നത് തന്നെയാണ്. നിങ്ങൾ അവർ എന്നെങ്കിലും മാറും, അവർക്ക് ഇനിയും ഒരു ചാൻസ് കൊടുക്കാം, അവരെ നമുക്ക് മാറ്റിയെടുക്കാം, കുറച്ചുകൂടെ സ്നേഹം കൊടുത്താൽ അവർ മാറും. ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത കുറെ ഹോപ്പ് കൊണ്ട് നടക്കുകയാണ് നിങ്ങൾ. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എമ്പതി തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വളരെ കുറച്ച് നല്ല മെമ്മറീസ് ഓർത്തു വെച്ചുകൊണ്ട് ഇതെല്ലാം വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ആഗ്രഹിച്ച് ആ ഒരു ഹോപ്പ് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ. പക്ഷെ ഈ ഒരു മുന്നോട്ട് പോക്ക് ഒരിക്കലും അവസാനിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു എമ്പതി അവർ ഊറ്റിയെടുക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കും, വലിയ ഒരു മാറ്റം. ഇങ്ങനെ ഉള്ളവരിൽ നിന്നും രക്ഷപ്പെടാനും അങ്ങനെയുള്ളവരെ മാറ്റി നിർത്താനുമുള്ള വലിയ ഒരു ചേഞ്ച്. ഈ ഒരു ചേഞ്ചിൽ നല്ല ഒരു വ്യക്തിയായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും നല്ല ബൗണ്ടറീസ് വെച്ച് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. ഇതിൽ ഒരു പുതിയ അപ്രോച്ചായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എമ്പതി വിത്ത് അവയർനെസ്, കൈൻഡ്നെസ് വിത്ത് ലിമിറ്റ്സ്, ഗിവിങ് പ്ലസ് സെൽഫ് റെസ്പെക്ട്. ആർക്ക് എന്തും കൊടുക്കാം, സമയമായിക്കോട്ടെ, വാട്ട് എവർ യു ഗിവ് വിത്ത് റെസ്പെക്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്നതിന് അവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു റെസ്പെക്റ്റ് തരണം. നിങ്ങളും കൈൻഡ്നെസ്സും സ്നേഹവും സന്തോഷവും എല്ലാം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും പോലെ തന്നെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ജീവിക്കാൻ പൂർണ്ണമായിട്ടും അർഹതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. സോ നിങ്ങളുടെ എമ്പതി ഈ ലോകത്തിന് എത്ര നല്ലത് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലോകവും നല്ലത് ചെയ്യണം. ആ ഒരു രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാവൂ. ആർക്കും ഫ്രീ ആയിട്ട് ലൈഫിൽ കയറി വന്ന് എന്ത് പ്രശ്നങ്ങളും ഉണ്ടാക്കാം.
നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്ന രീതിയിലാവരുത് നിങ്ങളുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വഭാവ രീതികൾ. സോ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഹൈ എമ്പതിയുള്ള നിങ്ങൾ ഈ ഒരു രീതിയിൽ പെട്ടുപോകുന്നത്. സോ ഇതിൽ നിന്നുള്ള മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ മാറി തുടങ്ങേണ്ടതാണ്. ഇന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത്രയും സമാധാനം വേഗത്തിൽ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സോ ഈ ഒരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ. മാക്സിമം ഷോർട്ടായിട്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനിയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ എമ്പതി ഉള്ളത് കൊണ്ട് മാത്രം ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ട വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.